തൃക്കൊടിത്താനം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന മുത്തശ്ശനോടും ഒപ്പോളിനോടും ഞാൻ പറഞ്ഞത്. അവര് ചോദിച്ചാ അവിടെ തന്നെ പോയിന്ന് പറഞ്ഞാൽ മതി. അല്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം. ഇങ്ങനൊരു കാര്യത്തിനാണ് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലായ അവർക്കത് വിഷമാവും. ACP നിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു വഴി. ACP എങ്ങനെ വശത്താക്കും? എന്തെങ്കിലും നമ്പർ പ്രയോഗിച്ചേ പറ്റൂ. വൃന്ദയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അത് വൃന്ദയ്ക്ക് എന്നോട് പ്രേമമുണ്ടോ? പ്രേമോ? ACP എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ഇനി എന്തെങ്കിലും ACP പറഞ്ഞാ ഞാൻ ഈ കാറിൽ നിന്ന് എടുത്ത് ചാടേണ്ടി വരും. താനെന്തോന്നും മിണ്ടാത്തെ? മൗനം സമ്മതമാണെന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെ വല്ലതാണോ? അത് സാർ, അത് പിന്നെ സാറ് കുറെ നാളായിട്ട് എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ. അപ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അപ്പോ എന്നെ വൃന്ദയ്ക്ക് ഇഷ്ടമാണോ? കുറച്ചിഷ്ടമൊക്കെ ഉണ്ട്. അതിന്റെ പേര് പ്രേമാണോന്നൊന്നും എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതാണ് പ്രേമം. പക്ഷേ താനിപ്പോ പറഞ്ഞത് ശുദ്ധ നുണയാ. നുണയോ? എന്നോടൊരു നമ്പർ ഇട്ട് നോക്കിയാണല്ലേ. എന്നെ ചാക്കിട്ട് പിടിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട മോളെ. ഈ യാത്രയുടെ ഉദ്ദേശം പൂർത്തിയാക്കിട്ടെ ഞാനും താനും മടങ്ങും. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അല്ല, അങ്ങനെ പറയണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ചിന്തിച്ചത് അല്ലേ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെന്താ ഓർത്തത്? അത് ഞാനേ നമ്മള് പോകുന്ന സ്ഥലത്തെ പറ്റി ആലോചിച്ചതാ. ആ സ്ഥലത്തെ പറ്റി തനിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അതില്ല, പക്ഷേ ആ വീട് എന്നെക്കാളും നന്നായിട്ടേ എന്റെ ഫ്രണ്ട്സിനെ അറിയാവുന്നേ. അതുകൊണ്ട് നമുക്കേ തിരിച്ചു പോയി അവരോടൊന്ന് ചോദിച്ചാലോ? അതിന്റെ ആവശ്യമില്ല. വീടിനെ പറ്റി എന്തെങ്കിലും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. ACP എന്നെയും കൊണ്ടേ തീരുമെന്നാണല്ലോ തോന്നുന്നത്. ഈ യാത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? കാറിന്റെ പുറത്തേക്കെടുത്ത് ചാടിയാലോ? അവിടെ എത്തിയ കുഴപ്പാവും. ACPയുടെ മുമ്പിൽ നാണം കെട്ട് വിഷമിച്ച് നിൽക്കേണ്ടി വരും. എന്റെ ഈശ്വരാ. ചേച്ചി ഇതെങ്ങോട്ടാ? മെസ്സിലേക്ക്. ചേച്ചി അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്കല്ലേ. മന്ദാകിനിക്ക് മത ഇളകി നിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ നിങ്ങളെ പഞ്ഞിക്കിടും. മന്ദാകിനിക്ക് ഇതെന്ത് പറ്റി? ഞാൻ ഈ ഹോസ്റ്റല് വാങ്ങുമ്പോ ഇവിടത്തെ ഈ പഴയ സാധനങ്ങളെല്ലാം മാറ്റും. അമ്പിളിയെ സെക്യൂരിറ്റി ആക്കില്ല. അവൾക്ക് മോഹം കൊടുത്തിട്ട് കൊറേ പണിയെടുപ്പിച്ച് പറഞ്ഞു വിടണം. 10 പൈസ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കില്ല. ഇതെന്തോ കാര്യമായ തകരാറ് തന്നെയാ. ഇതേതോ കൂടിയനും വട്ടാണെന്നാ തോന്നുന്നേ. ഇനി മൂത്താൽ പ്രശ്നമാവും. നല്ല ദാഹം. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? എനിക്ക് വേണ്ട സർ. സാറ് കുടിച്ചോ?
ഇറങ്ങി വന്നൊരു കമ്പനി എന്നൂടെ? എടോ, എനിക്കൊരു കമ്പനി തന്നെന്ന് കരുതി തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറങ്ങി വാ. വാ, ഇരിക്കി. സാർ എന്താ വേണ്ടത് സാർ? ജ്യൂസ്, 2 വാട്ടർമെലൻ. 2 വാട്ടർമെലൻ. ജ്യൂസ് കുടിക്കൂ. വൃന്ദ, ജ്യൂസ് കുടിക്കുന്നില്ലേ? തൊണ്ടേന്ന് ഇറങ്ങണ്ടേ, പിന്നെ എങ്ങനെയാ കുടിക്കാൻ സാർ. ഈ യാത്ര നമുക്കൊരു നല്ല അനുഭവമായിരിക്കും അല്ലേ? അതെ അതെ, മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും സാറിന്. ഐസക്ക്, ഐസു, ഇവള് ആദ്യമായിട്ടാണല്ലോ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. 10 കോടിയുടെ ബമ്പറിനെ ആളുകളെ ഇങ്ങനെ മാറ്റാൻ പറ്റുമോ? ഹലോ ഐസു, ആ ടിക്കറ്റ് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണേട്ടാ. ടിക്കറ്റ് കയ്യിലുള്ള കാര്യം ആരോടും പറഞ്ഞേക്കല്ലേ. ആളെ കൊന്നിട്ടേ ടിക്കറ്റ് തട്ടിയെടുത്തോണ്ട് പോണ കാല. സൂക്ഷിക്കണേ ഐസു. ഓ, എല്ലാം നീ പറയണ പോലെ. അല്ല, നീ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞോ? തല പോയാലും ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല. അമ്പിളി അറിഞ്ഞാലേ കാശ് കടം ചോദിച്ച നമ്മുടെ പിന്നാലെ നടക്കും. ദയനീയത തോന്നി നിങ്ങൾ അവൾക്ക് കൊടുക്കുകയും ചെയ്യും. കൊടുത്താലോ തിരിച്ചു തരാനുള്ള ഗതിയൊന്നും അവൾക്കില്ല. പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. അത് പാവങ്ങൾക്കല്ലേ. അമ്പിളിക്ക് ഞാൻ നായാ പൈസയുടെ സഹായം ചെയ്യില്ല. അവളല്ലേ റീനമ്മ എന്നെയും തമ്മിൽ തെറ്റിച്ചത്. ഐസു, ഞാൻ പണിയെല്ലാം തീർത്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടാ.